ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ പ്രമുഖ വ്യക്തികളും അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? NSSന്റെ സ്ഥാപകൻ ആരാണ്? പറഞ്ഞു. ആരാണ് NSSന്റെ സ്ഥാപകൻ? ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. ആൻസർ മന്നത്ത് പത്മനാഭൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്വസ്റ്റ്യനാണ്. അതുപോലെ NSSന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരി. ഇത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. പെരുന്ന ചങ്ങനാശ്ശേരി അതെവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ SNDPയുടെ സ്ഥാപകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുദേവനാണ് SNDPയുടെ സ്ഥാപകൻ. SNDPയുടെ ആസ്ഥാനം ചോദിച്ചാൽ ആൻസർ കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം ആൻസർ കൊല്ലം. അതുപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. അദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. പൊയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ ആനന്ദ മഹാസഭയുടെയും ആനന്ദ മതത്തിൻ്റെയും സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ അതുപോലെ തന്നെ ആനന്ദ മതം ഇത് രണ്ടിൻ്റെയും സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സഹോദര സംഘത്തിന്റെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പനാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. ഓർത്തു വെച്ചോളുക. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ അയ്യങ്കാളി. മലബാർ എക്കണോമിക് യൂണിയന്റെയും ഈഴവ മഹാസഭയുടെയും സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. മലബാർ എക്കണോമിക് യൂണിയൻ, ഈഴവ മഹാസഭ ഇവയുടെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആൻസർ ആനന്ദ തീർത്ഥൻ. ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആൻസർ ആനന്ദ തീർത്ഥനാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇസ്ലാമിക് ധർമ്മപരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാമിക ധർമ്മപരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. അതുപോലെ ക്രൈസ്തവ സന്യാസ സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേട്ടോ. ഓർത്തു വെച്ചോളുക. ക്രൈസ്തവ സന്യാസ സഭ CMI സഭയുടെ സ്ഥാപകൻ ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് കേട്ടോ. ഓർത്തു വെച്ചോളുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ശുഭാനന്ദ ഗുരുദേവനാണ്. ഓർത്തു വെച്ചോളുക. ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ ശുഭാനന്ദ ഗുരുദേവനാണ്. അതുപോലെ തന്നെ ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകൻ. മലയാളി സഭയുടെ സ്ഥാപകൻ ആരാണ്? C. കൃഷ്ണപിള്ളയാണ്. ആരാണ്? C. കൃഷ്ണപിള്ളയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? P.K. ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ കാൽഫെഡിന്റെ സ്ഥാപകൻ ആരാണ്? P.N. പണിക്കർ. പണിക്കറാണ്. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? A.K. ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആൻസർ A.K. ഗോപാലൻ. അതുപോലെ തന്നെ കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്.
പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഏത് പരീക്ഷകൾക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ തുടർച്ചയായിട്ട് കാണുക കേട്ടോ, തുടർച്ചയായിട്ട് കാണുക. അതുപോലെ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്തുവാ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഒരു പക്ഷേ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് വീഡിയോ കാണുക. ഒരു വ്യക്തിയെ അത് വീണ്ടും പറയുകയാണ്, ഒരു വ്യക്തിയെ വീഡിയോ കാണാൻ നിർബന്ധിക്കുകയില്ല കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കാണുക, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് എടുത്ത് വായിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്കിത് കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം എന്താണ് പറയുക, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നമുക്ക് വേണ്ടത് തിരിച്ചറിവുകളാണ്. തിരിച്ചറിവുകളില്ല എങ്കിൽ എന്താണ്, ഒരു മനുഷ്യൻ എന്താണ്, ഒരു ബിഗ് സീറോയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ പോവുകയാണ്, പെട്ടെന്നൊരു വണ്ടി വരുന്നു, എതിരെ വരുന്നു, നമ്മൾ എന്തോ ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ ഒഴിഞ്ഞു നടക്കും, ഇല്ലയോ? ശരിയല്ലേ? ശരിയാണ്. എന്നാൽ വണ്ടിക്കാരൻ വണ്ടി മാറ്റിക്കൊണ്ടുപോകും എന്ന് കരുതിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അപകടത്തിൽ കലാശിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാണ് തിരിച്ചറിവുകൾ. എപ്പോഴും നമുക്കൊരു തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം. ജീവിതത്തെക്കുറിച്ച് ചെറിയ തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ ആലോചിക്കണം. ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും നന്നായിട്ട് ആലോചിക്കണം കേട്ടോ. നമ്മൾ എടുത്തു ചാടിയുള്ള നമ്മുടെ പ്രവൃത്തികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഗുരുതരമായ കുഴപ്പങ്ങളിൽ നമ്മെ കൊണ്ട് എത്തിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ആപത്തുകളിൽ അകപ്പെടരുത്. അതിന് വേണ്ടതെന്ന് പറയാൻ എന്താണ്, തിരിച്ചറിവുകളാണ് കേട്ടോ. ഏത് കാര്യവും നമ്മൾ സമചിത്തതയോടെ നേരിടണം. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെ നമ്മൾ ക്ഷമയോടെ സമീപിക്കണം. ദേഷ്യത്തോടെ ഒരു കാര്യത്തെ സമീപിക്കരുതെന്നാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും പറയും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമാവും. തൽക്കാലം നിർത്തുവാണ്. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് സന്ദർഭങ്ങളിലും ഒരു കരുതലോടെ വേണം മുന്നോട്ട് പോകുവാൻ കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ജീവിതത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയില്ലെന്നാണ്. കാരണം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഏത് കാര്യവും നടന്നു കഴിഞ്ഞാലേ അത് നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു കരുതലോടെ മുന്നോട്ട് നീങ്ങുക കേട്ടോ. നല്ലത് ചെയ്യും. അതുപോലെ നല്ല ചിന്താഗതികൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. നല്ല ചിന്താഗതികൾ, അതുപോലെ പോസിറ്റീവ് ചിന്താഗതികൾ നമുക്ക് ഉണ്ടായിരിക്കണം. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിൽ വളർത്തിയെടുക്കുക. നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ ആരാകണം തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്, നമ്മുടെ മനസ്സാണ് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വളരെ വലുതാണ് കേട്ടോ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചാൽ, മനസ്സ് ഡള്ളായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വ്യക്തി എന്ത് ചെയ്യും, വീണു പോകുന്നതാണ്. അതുകൊണ്ട് അതിന് ഇടവരാതെ, മനസ്സിൽ നിരാശകൾക്ക് സ്ഥാനം കൊടുക്കാതെ ശുഭപ്രതീക്ഷകൾക്ക് എന്ത് ചെയ്യുക, സ്ഥാനം കൊടുക്കുക കേട്ടോ. പോട്ട് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, കാണുക.